വൈകിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും ഞാൻ കുളിച്ച് ഫ്രഷായി ഇതാ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് കൊടിയേറുകയാണ്. ഞാൻ ഇതാ വിച്ചുവിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഉത്സവമാണ് കേട്ടോ. ഇപ്പം ഞാനൊരു ഗുരുവായൂരുകാരും കൂടിയാണ് കേട്ടോ. വിച്ചുവിൻ്റെ വീട് പ്രോപ്പർ ഗുരുവായൂരാണ്. ഒരു 2-3 മിനിറ്റ്സേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഇതാ മേലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടി വിയിൽ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കൊടി കയറി കേട്ടോ. കൊടി കയറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കൊടി ഇറങ്ങണതും കാണണം എന്നാണ് കേട്ടോ പറയുക. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കൊടി കയറണത് കാണുന്നത് കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൈ പിടിച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്നു കേട്ടോ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചില ഭാഗത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഓണാണ്, ചില ഭാഗത്ത് ഓണല്ല കേട്ടോ. ഇവിടെ ഇതാ പടിഞ്ഞാറ് നടയിൽ പിറ്റേ ദിവസത്തേക്കുള്ള മോരുകൂട്ടാൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 10 ദിവസം പകർച്ചയാണ്. അതായത് രാവിലെ കഞ്ഞിയും പുഴുക്കും പപ്പടും, വൈകിട്ട് മോരുകൂട്ടാനും ചോറും പപ്പടമൊക്കെയാണ്. എല്ലാ ദിവസവും പോയി മേടിക്കണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും മേടിക്കണം കേട്ടോ. പടിഞ്ഞാറ് നടയിൽ ഡെക്കറേഷൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നടന്ന് കണ്ടു. അതിനുശേഷം ഇവിടെ പുറത്ത് ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ കുളത്തിൻ്റെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ പോയിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം ഇത് ദൂരത്തുനിന്ന് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ. ഞാൻ ദൂരത്ത് നല്ല വിഷ്വൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഫോണൊക്കെ വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് നല്ല സുഖമായിട്ട് തൊഴുത് ഇറങ്ങി കേട്ടോ.